നമസ്കാരം. ADCയുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്ന 30-31 വരുന്ന ADCയുടെ S3 ആദ്യത്തെ സബ്ജക്റ്റ് എക്സാമാണ് 30-31 അനലോഗ് ആൻഡ് ഡിജിറ്റൽ സർക്യൂട്ട്സ് എന്നുള്ളത്. അപ്പോൾ ഈ എക്സാമിനെ ഫോക്കസ് ചെയ്തിട്ട് ഇതുവരെ നടന്ന എക്സാമുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളതും ഇതുവരെ ചോദിച്ചിട്ടില്ലാത്തതുമായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയതാണ് നമ്മൾ ഇവിടെ പറയുന്നത്. ചില ക്വസ്റ്റ്യൻസ് ലാസ്റ്റ് നടന്ന എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് എടുത്തതാണ്. അപ്പോൾ നമ്മൾ ഈ തേർഡ് മൊഡ്യൂളൊക്കെ എത്തുമ്പോൾ നമ്മൾ പറയുന്നുണ്ട് ആ ക്വസ്റ്റ്യൻസ് നമ്മൾ അതിൻ്റെ മോഡൽ മാത്രമേ നമ്മളിവിടെ പറയുന്നുള്ളൂ. ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യാമെന്നുള്ള മെത്തേഡ് മാത്രമേ നമ്മളിവിടെ പറയുന്നുള്ളൂ. ബാക്കിയെല്ലാം നിങ്ങൾ സ്വന്തമായിട്ട് വർക്കൗട്ട് ചെയ്തിട്ട് തന്നെ അത് എക്സ്പീരിയൻസ് കിട്ടണം. ഓക്കെ, നമുക്കറിയാം ADC എന്ന് പറയുമ്പോൾ ഫസ്റ്റിലെ 2 മൊഡ്യൂൾ അനലോഗാണ്, ലാസ്റ്റിലെ 2 മൊഡ്യൂൾ ഡിജിറ്റലാണ്. ഈ അനലോഗിൽ ഉള്ള ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ നോക്കിയാൽ അവിടെ ഒരു സർക്യൂട്ട് വരക്കാനുണ്ടാവും, ദെൻ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ടാവും. അനലോഗിൽ ഡിജിറ്റലിൽ തേർഡ് മൊഡ്യൂളിലാണെങ്കിൽ അവിടെ നമുക്ക് കുറച്ച് പ്രോബ്ലം ആയിട്ടുള്ള കുറച്ച് സാധനമുണ്ട്. മാപ്പ്, പിന്നെ ബൂളിയൻ എക്സ്പ്രഷനെ സോൾവ് ചെയ്യാനുള്ള SOP, POS, പിന്നെ ലോജിക് ഗേറ്റുകൾ, അങ്ങനെയുള്ള വെറും ലോജിക് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഉത്തരം കിട്ടുന്നതാണ് തേർഡ് മൊഡ്യൂളിലെ ക്വസ്റ്റ്യൻസ്. ദെൻ ഫോർത്ത് മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ ഈ ലോജിക് ഗേറ്റിൻ്റെ കുറച്ചുകൂടി അപ്ലിക്കേഷൻ ലെവലിലായിട്ടുള്ള ഫ്ലിപ്പ് ഫ്ലോപ്പ് പോലുള്ള സാധനങ്ങളാണ് നമ്മളവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ 3-4 മൊഡ്യൂളിൽ നിന്ന് നമ്മൾ മാക്സിമം സ്കോർ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, ചില റെയർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ഉണ്ട്. അപ്പോൾ നമ്മളവിടെ ഫോക്കസ് ചെയ്ത് പോവുക. നമുക്ക് എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് പഠിച്ചു പോയാൽ തന്നെ 30 മാർക്ക് എന്നുള്ള നമ്മുടെ അച്ചീവ്മെൻറ്റ് നമുക്ക് എന്ത് ചെയ്യാം, സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ കണ്ടന്റിലോട്ട് കിടക്കാം. നമ്മളിന്നിവിടെ അത്യാവശ്യം കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ആ ക്വസ്റ്റ്യൻസ് മെജോറിറ്റിയും ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ആ ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യത ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ, നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവാം. എക്സ്പ്ലെയിൻ ദ വർക്കിംഗ് ഓഫ് പുഷ് പുൾ ആംപ്ലിഫയർ. ഇത് CO ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് CO1 നിന്നാണ്. CO1 അതായത് നമ്മുടെ മൊഡ്യൂൾ 1 എന്ന് ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ് പുഷ് പുൾ ആംപ്ലിഫയർ എന്നുള്ളത്. ഇതിന് 7 മാർക്കാണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ അവർ തന്നിട്ടുള്ള മാർക്ക്. അപ്പോൾ ഈ 7 മാർക്കിൽ 4 മാർക്ക് അവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഫിഗർ വരക്കണേനാണ്. ബാക്കി 3 മാർക്കാണ് നിങ്ങൾ എഴുതുന്ന എക്സ്പ്ലനേഷൻ ഉള്ളത്. ഓക്കെ ആണോ? ഓക്കെ, പുഷ് പുൾ ആംപ്ലിഫയറിനെ പറ്റിയിട്ടാണ് നമുക്ക് പറയാനുള്ളത്. പുഷ് പുൾ ആംപ്ലിഫയറിൻ്റെ ഫിഗർ വരച്ച് വെക്കുക, അതാണ് അവിടുത്തെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ADCയിലെ എന്ത് സാധനം നിങ്ങൾ 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ, നിങ്ങൾ പഠിച്ച മേഖലയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിൽ അതിൽ നിങ്ങൾ ഓൾറെഡി ഒരു ഫിഗർ എന്തായാലും പഠിച്ചിട്ടുണ്ടാവും. ആ ഫിഗർ അവിടെ പേസ്റ്റ് ചെയ്ത് വെക്കുക. ഇവിടെ ഫിഗറിലുള്ള കമ്പോണൻറ്റ്സ് നമുക്ക് ആദ്യം ഒന്ന് പരിചയപ്പെടാം. VS സോഴ്സ് വോൾട്ടേജ് എന്നുള്ളതാണ്. ദെൻ ഇൻപുട്ട് ഡ്രൈവർ ട്രാൻസ്ഫോമർ ഉണ്ട്, ഒരു ഇൻപുട്ട് ഡ്രൈവർ ട്രാൻസ്ഫോമർ ഉണ്ട്. ദെൻ ട്രാൻസിസ്റ്റർ 1, ട്രാൻസിസ്റ്റർ 2, 2 ട്രാൻസിസ്റ്റേഴ്സ് ഉണ്ട്. 2ൻ്റെ എമിറ്ററാണ് കോമൺലി കണക്ട് ചെയ്തിട്ടുള്ളത്. ദെൻ VCC ഒരു സപ്ലൈ വോൾട്ടേജ് നമുക്ക് ആവശ്യമുണ്ട്, ആ സപ്ലൈ വോൾട്ടേജ് അവിടെ കൊടുത്തിട്ടുണ്ട്. ദെൻ ഇവിടെ നമ്മളൊരു ഔട്ട്പുട്ട് ട്രാൻസ്ഫോമർ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഔട്ട്പുട്ട് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ലൗഡ് സ്പീക്കറും കൊടുത്തിട്ടുണ്ട്. ഓക്കെ ആണോ? സപ്പോസ് നമ്മൾ ഇതിൻ്റെ ഉള്ളിലൂടെ ഒരു AC സിഗ്നൽ പാസ് ചെയ്യുകയാണ്. ഒരു AC സിഗ്നൽ ഇവിടുന്ന് വരികയാണ്, VS എന്ന് വരികയാണ്. അത് ഈ ട്രാൻസ്ഫോമറിൻ്റെ പ്രൈമറി കോയിലിൻ്റെ ഉള്ളിലൂടെ പാസ് ചെയ്യും. ദെൻ സെക്കൻഡറി കോയിലിലോട്ട് എത്തുമ്പോൾ പോസിറ്റീവ് സൈക്കിൾ T1 വരുന്നത്. T1 വരുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ട്രാൻസ്ഫോമറിൻ്റെ ഉള്ളിലൂടെ സെക്കൻഡറി ട്രാൻസ്ഫോമർ ഈ ട്രാൻസ്ഫോമറിൻ്റെ ഉള്ളിലൂടെ കടന്നു പോയിട്ട് ഈ VCCയിലൂടെ റിട്ടേൺ പാത്ത്, ഇതൊരു സെൻറ്റർ ടാപ്പിഡാണ്, അപ്പോൾ റിട്ടേൺ പാത്തിലൂടെ തിരിച്ചു പോകും. അങ്ങനെ പാസ് ചെയ്യുമ്പോൾ ഈ N1 എന്നുള്ള ഈ ഒരു ട്രാൻസ്ഫോമർ, ഈ ട്രാൻസ്ഫോമറിൻ്റെ സെക്കൻഡറിയിൽ ഒരു ഇൻഡ്യൂസ്ഡ് EMF, ഒരു ആംപ്ലിറ്റ്യൂഡ് സിഗ്നലായിട്ട് നമുക്കതിനെ കിട്ടും. ഈ ഒരു ട്രാൻസിസ്റ്റർ വർക്ക് ചെയ്യുന്നത് എന്താണ്? ആംപ്ലിഫയർ ആയിട്ടാണ് ഈ ട്രാൻസിസ്റ്റർ വർക്ക് ചെയ്യണത്. അപ്പോൾ ട്രാൻസിസ്റ്റർ ഒരു ആംപ്ലിഫയർ ആയിട്ട് വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിലൂടെ വരുന്ന സിഗ്നലിനെ ആംപ്ലിഫൈ ചെയ്തിട്ടായിരിക്കും നമുക്ക് ലൗഡ് സ്പീക്കറിൽ കിട്ടുന്നുണ്ടാവുക. ഫസ്റ്റ് പോസിറ്റീവ് ഹാഫ് സൈക്കിളിൻ്റെ കേസിലാണ് പറഞ്ഞത്. ഒന്നുകൂടി പറയാം. നമ്മൾ ഇവിടുന്ന് ഒരു VS എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സോഴ്സ് വോൾട്ടേജ് കൊടുത്താൽ ട്രാൻസ്ഫോമറിൻ്റെ ഉള്ളിലൂടെ പാസ് ചെയ്ത് ട്രാൻസ്ഫോമറിൻ്റെ സെക്കൻഡറി ഒരു സെൻറ്റർ ടാപ്ഡ് ട്രാൻസ്ഫോമറാണ്, സെക്കൻഡറിയിലൂടെ കടത്തിവിട്ട് നമ്മൾ അതിനെ നമ്മുടെ ട്രാൻസിസ്റ്ററിലോട്ട് എത്തും. ട്രാൻസിസ്റ്റർ ഒരു ആംപ്ലിഫയർ ആയിട്ടാണ് വർക്ക് ചെയ്യണത്. ട്രാൻസിസ്റ്ററിൻ്റെ ബേസിലോട്ടാണ് ഇത് സപ്ലൈ വരുന്നത്. അപ്പോൾ ഇത് സാച്ചുറേറ്റഡ് ലെവലിലെത്തും. ട്രാൻസിസ്റ്റർ T1 ഓൺ സ്റ്റേറ്റിലോട്ട് മാറും. ഓൺ സ്റ്റേറ്റിലോട്ട് മാറിക്കഴിഞ്ഞാൽ നമ്മൾ
സെക്കൻഡറി ട്രാൻസ്ഫോമർ അല്ലെങ്കിൽ ഔട്ട്പുട്ട് ട്രാൻസ്ഫോമർ എന്ത് ചെയ്യും, ഒരു ഔട്ട്പുട്ട് ഇൻഡ്യൂസ്ഡ് EMF അല്ലെങ്കിൽ ഔട്ട്പുട്ട് ഇൻഡ്യൂസ്ഡ് സിഗ്നൽ പ്രൊഡ്യൂസ് ചെയ്യും. ദെൻ നമ്മുടെ ലൗഡ് സ്പീക്കർ എന്ത് ചെയ്യും, അത് കറസ്പോണ്ടിങ്ങിലി റെക്കഗ്നൈസ് ചെയ്യും. ദെൻ ഇത് പോസിറ്റീവ് ഹാഫ് സൈക്കിളിൻ്റെ കേസിലാണ്. ഇനി നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ആണെങ്കിലോ, നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ആണെന്നുണ്ടെങ്കിലും ഇതിലൂടെ പാസ് ചെയ്യും. അപ്പോൾ നമ്മുടെ ട്രാൻസ്ഫോമറിൻ്റെ ഈ ഒരു സെക്ഷൻ എന്ത് ചെയ്യും, ആക്റ്റീവ് ആവും. അപ്പോൾ T2 എന്ന് പറഞ്ഞ ട്രാൻസിസ്റ്റർ എന്ത് ചെയ്യും, ആക്റ്റീവ് ആവും. T2 ആക്റ്റീവ് ആകുമ്പോൾ നേരെ നടന്ന് അതേപോലെ തന്നെ ഇത്രയും ഹാഫ് സെക്ഷനിൽ എന്ത് ചെയ്യും, ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാവും. സിമിലർലി നമ്മൾ ഈ ഒരു സെക്കൻഡറി കോയിലിൽ എന്ത് ചെയ്യും, ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാവും. അപ്പോഴും നമ്മുടെ ലൗഡ് സ്പീക്കർ എന്ത് ചെയ്യും, വർക്ക് ചെയ്യും. ഓക്കെ ആണോ? അപ്പോൾ ഈ ഒരു പ്രോസസ്സാണ് ഇവിടെ കണ്ടിന്യൂസ്ലി നടക്കുന്നത്. ഇതാണ് ഇതിൻ്റെ വർക്കിംഗ് ആയിട്ട് നമുക്ക് അറിയേണ്ടത്. പക്ഷേ നമ്മളൊരു എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് എഴുതുമ്പോൾ ഇത്രയും വലിച്ചു വാരി എഴുതേണ്ട കാര്യമില്ല. നമ്മൾ ഈ ഫിഗർ വരച്ച് വെക്കുക, നമ്മളെ സ്കോർ 4 മാർക്ക് കിട്ടി. അടുത്തത് നമ്മൾ 3 മാർക്കിനുള്ള കണ്ടൻറ്റ് എഴുതിയാൽ മതി. അവിടെ നമ്മളിവിടെ ഒരു ഇൻപുട്ട് ഡ്രൈവർ ട്രാൻസ്ഫോമർ യൂസ് ചെയ്യുന്നുണ്ട്. T1 T2 എന്ന് പറയുന്ന 2 ട്രാൻസിസ്റ്റേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. രണ്ടിൻ്റെയും എമിറ്റേഴ്സ് തമ്മിലാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ ആണോ? ദെൻ VCC എന്നുള്ള രീതിയിൽ നമ്മളൊരു വോൾട്ടേജ് സപ്ലൈ കൊടുക്കുന്നുണ്ട്. ദെൻ സെക്കൻഡറി സൈഡിൽ നമ്മൾ ഒരു ഔട്ട്പുട്ട് ട്രാൻസ്ഫോമർ കണക്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ലോഡായിട്ട് നമ്മളിവിടെ ലൗഡ് സ്പീക്കറാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. ഇത്ര എഴുതുമ്പോഴേക്ക് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഒരു ഹാഫ് പേജോളം എഴുതാനുള്ള കണ്ടൻറ്റാണ് ഞാൻ ഈ പറഞ്ഞത്. ഇത്രയും എഴുതി വെച്ചാൽ മതി. ഈ എക്സാമിന് നമ്മളിത് വലിച്ചു വാരി ഇതിൻ്റെ വർക്കിങ്ങിലോട്ട് കടക്കുന്നതിനെക്കാട്ടി നല്ല രീതിയിലുള്ള കമ്പോണൻസ് അറിയുന്നുണ്ടെങ്കിൽ അത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ലാസ്റ്റിലായിട്ട് ഇങ്ങനെ എഴുതിയാൽ മതി, T1 T2 ഓൾട്ടർനേറ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുക. പോസിറ്റീവ് ഹാഫ് സൈക്കിൾ വരുമ്പോൾ T1, നെഗറ്റീവ് ഹാഫ് സൈക്കിൾ വരുമ്പോൾ T2 ഓൾട്ടർനേറ്റ് ആയിട്ട് വർക്ക് ചെയ്യും. കറസ്പോണ്ടിങ്ങിലി ലൗഡ് സ്പീക്കറിൽ നമുക്ക് എന്ത് ചെയ്യും, അല്ലെങ്കിൽ RL എന്നുള്ള ലോഡ് സെക്ഷനിൽ നമുക്ക് എന്ത് ചെയ്യും, അതിൻ്റെ സിഗ്നൽ കിട്ടും. ഓക്കെ ആണോ? ഇത്രയാണ് അവിടെ എഴുതേണ്ടുള്ളൂ. ദെൻ നമ്മൾ അടുത്ത സ്ലൈഡിലോട്ട് പാസ് ചെയ്യാം. എക്സ്പ്ലെയിൻ ദ വർക്കിംഗ് ഓഫ് അസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ. അസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്ററിൻ്റെ വർക്കിംഗ് ആണ് നമുക്കിവിടെ പറയാനുള്ളത്. ഓക്കെ ആണോ? ഇവിടെ ക്വസ്റ്റ്യനിൽ ഫിഗർ വരക്കാനൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ നമ്മളവിടെ മനസ്സിലാക്കണം, 7 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആയിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. വർക്കിംഗ് ആണ് ചോദിച്ചിട്ടുള്ളതും. അപ്പോൾ നമ്മൾ വർക്കിംഗ് മാത്രം എഴുതി പോന്നാൽ നമുക്ക് 7 മാർക്ക് കിട്ടിക്കൊള്ളണമെന്നൊരു നിർബന്ധമില്ല. ആ ഫിഗർ ഉണ്ടെങ്കിൽ, അതായത് ഈ കാണുന്ന ഫിഗർ അസ്റ്റേബിളിൻ്റെ ഫിഗർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ 4 മാർക്ക് കിട്ടും. ബാക്കി 3 മാർക്കാണ് നിങ്ങൾ അതിൻ്റെ എക്സ്പ്ലനേഷൻ എഴുതി കൊടുത്താൽ മതി. ഓക്കെ ആണോ? ദെൻ അസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ എന്ന് പറയുമ്പോൾ നമ്മളിവിടെ ഒരു ഇതിലുള്ള കമ്പോണൻസ് ആദ്യം ഒന്ന് പരിചയപ്പെടുക. +6 VCC സപ്ലൈ നമ്മൾ കൊടുക്കുന്നുണ്ട്. R1 R2 R3 R4 എന്നുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ റെസിസ്റ്റൻസ് കണക്ട് ചെയ്തിട്ടുണ്ട്. ദെൻ C1 C2 2 കപ്പാസിറ്റേഴ്സ് ഉണ്ട്. ദെൻ ട്രാൻസിസ്റ്റർ TR1 TR2 രണ്ടും NPN ടൈപ്പ് ട്രാൻസിസ്റ്ററാണ്. NPN ആയതുകൊണ്ട് എന്താണ്, പുറത്ത് കാണാൻ അതിൻ്റെ ആരോ മാർക്ക്, അതാണ് NPN കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 2 NPN ട്രാൻസിസ്റ്റേഴ്സാണ്. രണ്ടിൻ്റെ എമിറ്റേഴ്സ് തമ്മിൽ കണക്ട് ചെയ്തിട്ട് നമ്മളത് ഗ്രൗണ്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ 0 വോൾട്ടിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. എന്തോ ആയിക്കോട്ടെ. അപ്പോൾ ഇത്രയും കമ്പോണൻസ് നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഇത്രയും ഒന്ന് ആലോചിച്ചാൽ മതി. ഇതിലൂടെ വരുന്ന സപ്ലൈ R1 R2 R3 R4 4 കൂടെ സ്പ്ലിറ്റ് ചെയ്തിട്ടായിരിക്കും കയറുന്നുണ്ടാവുക. അങ്ങനെ വരുമ്പോൾ ഈ ഒരു പോയിന്റിൽ വരും, ഇവിടെ വരുന്നുണ്ട്, ഇതിൽ വരുന്നുണ്ട്, ഇവിടെയും വരുന്നുണ്ട്. ഇതിലൂടെ വരുന്ന സപ്ലൈ നേരെ എങ്ങോട്ടാണ് വരുന്നത്, കളക്ടറിലോട്ടാണ് വരുന്നത്. കളക്ടറിലോട്ട് വരുമ്പോൾ അവിടെ നമുക്ക് ഈ ഒരു ട്രാൻസിസ്റ്ററിനെ ആക്റ്റീവ് സ്റ്റേറ്റിലോട്ട് മാറ്റാനുള്ളൊരു കപ്പാസിറ്റി അതിനുണ്ടാവില്ല. ദെൻ ബേസിലോട്ട് വരുന്നുണ്ട് അടുത്തത്. ഇത് ബേസിലോട്ടാണ് വരുന്നത്. ബേസിലോട്ട് വരുന്നതുകൊണ്ട് തന്നെ അതിന് നമുക്കൊരു ബേസിലോട്ട് വരുന്ന സപ്ലൈ ആണ് ഇതിനെ സാച്ചുറേറ്റഡ് ലെവലിലോട്ട് ആക്കുന്നത്. ഒരു ട്രാൻസിസ്റ്ററിനെ സാച്ചുറേറ്റഡ് ലെവലിലോട്ട് ആക്കുന്നത് എന്താണ്, ബേസിലോട്ട് വരുന്ന സപ്ലൈ ആണ്. അപ്പോൾ ഈ R2 വരുന്ന സപ്ലൈ എന്ന് പറഞ്ഞാൽ ഇത്രയും നമ്മൾ കൊടുക്കുന്ന 6 വോൾട്ടാണ്. ഇതിന് 4 വെച്ചിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് വരുമ്പോൾ ഇത് വളരെ ചെറിയൊരു എമൗണ്ടേ ഉണ്ടാവുള്ളൂ. അതിനെ നമുക്കൊരിക്കലും ഒരു സാച്ചുറേറ്റഡ് ലെവലിൽ എത്തുന്നുള്ള സപ്ലൈ ഉണ്ടാവില്ല. അതിന് ഈ ട്രാൻസിസ്റ്ററിനെ ഓൺ സ്റ്റേറ്റിലോട്ട് മാറ്റാനുള്ള ഒരു എനർജി അതിലുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്ത്, നമ്മൾ വരുന്ന സപ്ലൈനെ സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കണം. ഇവിടെ വരെ വന്ന് ഇത് ഇങ്ങോട്ട് വന്ന് അതവിടെ വരെ വന്നോട്ടെ, കുഴപ്പമൊന്നുമില്ല. ദെൻ ഇവിടെ നിന്ന് വരുന്ന സപ്ലൈ സെയിം ഇവിടെ വരെ വന്ന് ഇതിലോട്ട് കയറിയാൽ നമുക്ക് എന്ത് ചെയ്യില്ല, ഈ ട്രാൻസിസ്റ്ററിനെ ആക്റ്റീവ് ആക്കാനുള്ള ഒരു എനർജി അതിനുണ്ടാവില്ല. ദെൻ അടുത്തത് നോക്കുക, ഇതിലൂടെ വരുന്ന സപ്ലൈ ഡയറക്റ്റ് കളക്ടറിലോട്ട് വരുന്നത്, അതും ഒരു വേസ്റ്റ് ഓഫ് എനർജി എന്നുള്ള രീതിയിൽ തന്നെ അവിടെ വന്നിട്ട് നിൽക്കുകയാണ്. 2 സ്റ്റേറ്റിലും ട്രാൻസിസ്റ്ററിനെ ആക്റ്റീവ് സ്റ്റേറ്റിലോട്ട് ആക്കാൻ വേണ്ടിയിട്ടുള്ള എനർജി എന്തായാലും ബേസിലോട്ട് വരുന്ന സപ്ലൈയിൽ ഉണ്ടാവില്ല. അപ്പോൾ എന്ത് ചെയ്യും, ഇതിലൂടെ വരുന്ന സപ്ലൈ
ഈ പോയിന്റിലെത്തി. ഇതേതായാലും ഇങ്ങോട്ട് പോയിട്ട് സർക്യൂട്ട് കംപ്ലീറ്റ് ആവില്ല. അപ്പോൾ ഇവിടെ എത്തിയാൽ ഇവിടെയുള്ള C1 എന്ന് പറഞ്ഞ കപ്പാസിറ്ററിനെ ചാർജ്ഡ് സ്റ്റേറ്റിലോട്ട് മാറ്റാൻ നോക്കും. C1 എന്നുള്ളത് 0ലാണ് ഉണ്ടായിരുന്നത്, അതിനെ ചാർജ്ഡ് സ്റ്റേറ്റിലോട്ട് മാറ്റും. ചാർജ്ഡ് സ്റ്റേറ്റിലോട്ട് മാറ്റിക്കഴിഞ്ഞാൽ ഇതെന്ത് ചെയ്യും? കപ്പാസിറ്റർ ഫുള്ളി ചാർജ്ഡ് ആവും. കപ്പാസിറ്റർ ഫുള്ളി C1 എന്ന് പറഞ്ഞ കപ്പാസിറ്റർ ഫുള്ളി ചാർജ്ഡ് ആകുമ്പോൾ അവിടുത്തെ വോൾട്ടേജ് എന്ത് ചെയ്യും? VC എന്ന് പറഞ്ഞ വോൾട്ടേജ് ആയിട്ട് മാറും. ആ ഒരു വോൾട്ടേജും ഇവിടുന്ന് വരുന്ന സപ്ലൈ വോൾട്ടേജും കൂടി എന്ത് ചെയ്യും? ഇവിടെ എത്തുമ്പോൾ അതൊരു ഹൈ ലെവൽ വോൾട്ടേജ് ആയിരിക്കും. ആ വോൾട്ടേജ് എന്ത് ചെയ്യും? ഈ ഒരു ട്രാൻസിസ്റ്ററിനെ TR2 എന്ന് പറഞ്ഞ ട്രാൻസിസ്റ്ററിനെ ആക്റ്റീവ് ആക്കാനുള്ള എനർജി അതിനുണ്ടാവും. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഔട്ട്പുട്ട് നമുക്ക് എന്ത് ചെയ്യും? ഈ സെക്ഷനിൽ നമുക്ക് കിട്ടും. സിമിലർലി ഇവിടുന്ന് വരുന്ന സപ്ലൈ ഇവിടേക്ക് ഇങ്ങോട്ട് വരുന്നുണ്ട്. കൂടാണ്ട് ഈ കപ്പാസിറ്ററിനെ ചാർജ്ഡ് ആക്കാൻ നോക്കും. ഈ കപ്പാസിറ്ററിനെ ചാർജ്ഡ് ആക്കുക എന്ന് പറയുമ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന ഈ കപ്പാസിറ്ററിൽ ഓൾറെഡി ചാർജ്ഡ് VC ആയിരുന്നു. അതിങ്ങനെ സപ്ലൈ കൊടുത്ത് ലാസ്റ്റ് 0ലോട്ട് എത്തുമ്പോഴാണ് ഈ C2 എന്ന് പറഞ്ഞ കപ്പാസിറ്ററിലെ ചാർജ് VC എന്നുള്ള ലെവലിലോട്ട് ഹൈ ആയിട്ട് വരുള്ളൂ. അത്രയും സമയമെടുക്കും ഇതിനെന്ത് ചെയ്യുക? ചാർജ് ആക്കാൻ. അപ്പോൾ ഇത് ഓട്ടോമാറ്റിക്കലി 0 ആവുമ്പോൾ ഇപ്പുറത്തെ സൈഡിൽ എന്ത് ചെയ്യും? ഫുള്ളായിട്ടുണ്ടാവും. അപ്പോൾ ഈ ഫുള്ളായിട്ടുള്ള ചാർജ് എന്ത് ചെയ്യും? ഈ NPN ട്രാൻസിസ്റ്റർ 2നെ അല്ല ട്രാൻസിസ്റ്റർ 1നെ എന്ത് ചെയ്യും? സാച്ചുറേറ്റഡ് ലെവലിലോട്ട് മാറ്റും. ഒന്നും കൂടി പറയാം. ആദ്യം നമ്മൾ C1 ചാർജ്ഡ് ആവും. C1 ചാർജ്ഡ് ആവുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ട്രാൻസിസ്റ്റർ 2 ഓൺ ആവും. ദെൻ ഫുള്ളി ചാർജ് ആയിട്ടുണ്ടാവും, ഫുൾ ചാർജ് ആയിട്ടുണ്ടാവും C1. അപ്പോൾ നമ്മുടെ TR2 എന്നുള്ള ട്രാൻസിസ്റ്റർ ഓൺ ആവും. ദെൻ അറ്റേ ഇൻസ്റ്റൻറ്റ് തന്നെ C2 എന്ത് ചെയ്യുന്നുണ്ട്? ചാർജ്ഡ് ആവുന്നുണ്ട്. 0ന്ന് ഫുൾ ചാർജ് ആവുന്നുണ്ട്. ആ ഫുൾ ചാർജ് ആവുന്ന ഇൻസ്റ്റൻറ്റിൽ ഇവിടെ എന്ത് ചെയ്യും? ഫുൾ ചാർജ് ടു 0 ആയിട്ടുണ്ടാവും. ആ 0 ആവും, ഇവിടെ 0 ആവുമ്പോൾ ഇവിടെ ഫുൾ ചാർജ് ആവും. അപ്പോൾ ഫുൾ ചാർജ് ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ ട്രാൻസിസ്റ്റർ എന്ത് ചെയ്യും? ഓൺ ആവും. അപ്പോൾ ഇതെന്ത് ചെയ്യും? ട്രാൻസിസ്റ്റർ 1ഉം ട്രാൻസിസ്റ്റർ 2 എന്ത് ചെയ്യും? ഓൾട്ടർനേറ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുക. ഇപ്പോൾ ഫസ്റ്റിൽ ട്രാൻസിസ്റ്റർ 1 0 ആണെങ്കിൽ ഓഫ് സ്റ്റേറ്റിലാണെങ്കിൽ ട്രാൻസിസ്റ്റർ 2 എന്തായിരിക്കും? ഓൺ സ്റ്റേറ്റിലായിരിക്കും. ട്രാൻസിസ്റ്റർ 2 ഓഫ് സ്റ്റേറ്റിലാണെങ്കിൽ ട്രാൻസിസ്റ്റർ 1 ഓൺ സ്റ്റേറ്റിലായിരിക്കും. ഇതിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഔട്ട്പുട്ട് നമുക്ക് രണ്ട് സൈഡിലായിട്ട് നമുക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. ഇതാണ് അൺസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്ററിൻ്റെ വർക്കിംഗ്. ഇനി ഇങ്ങനെയൊന്നും പറയാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കമ്പോണൻസ് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. ദെൻ ഈ കപ്പാസിറ്റേഴ്സ് C1 C2 എന്നുള്ളത് ഓൾട്ടർനേറ്റീവ്ലി ചാർജ്ഡും ഡിസ്ചാർജ്ഡ് സ്റ്റേറ്റിലോട്ട് മാറിക്കൊണ്ടിരിക്കും. കറസ്പോണ്ടിംഗ്ലി TR1ഉം TR2 എന്ത് ചെയ്യും? ഓൺ ഓഫ് സ്റ്റേറ്റിലോട്ട് മാറിക്കൊണ്ടേയിരിക്കും. ഇത്രയും എഴുതി വെച്ചാൽ മതി അതിൻ്റെ വർക്കിംഗ്. ഈ ഫിഗറും ഞാനിപ്പോൾ ലാസ്റ്റ് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഫുൾ മാർക്ക് കിട്ടും. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പാസ് ചെയ്യാം. കമ്പാരിസൺ ക്ലാസ് എ, ക്ലാസ് ബി, ക്ലാസ് സി പവർ ആംപ്ലിഫയർ എന്നുള്ളതാണ്. ക്ലാസ് എ, ക്ലാസ് ബി, ക്ലാസ് സി പവർ ആംപ്ലിഫയറിൻ്റെ കമ്പാരിസണാണ്. ആദ്യം ബേസ്, ഇത് ഈ ഒരു കണ്ടൻറ്റ് പറയുന്നതിൻ്റെ മുമ്പ് ഞാൻ അതിൻ്റെ ഒരു ബേസ് ഒന്ന് പറഞ്ഞുതരാം. ക്ലാസ് എ എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ഒരു സിഗ്നൽ ഈ രീതിയിലുള്ളൊരു സിഗ്നലാണ്. ഈ സിഗ്നലിൻ്റെ 0 തൊട്ടിട്ട് 360 ഡിഗ്രി വരേക്കാണ് നമ്മൾ കൊടുക്കുന്നത്. ഇത് 180 ഡിഗ്രി. അപ്പോൾ 0 തൊട്ടിട്ട് 360 ഡിഗ്രി വരേക്കുള്ളതിനെ ഫുള്ളായിട്ട് കണ്ടക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ക്ലാസ് എ എന്ന് പറയും. ഇനി രണ്ടാമത്തെ കേസ്, ക്ലാസ് ബി എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന സിഗ്നൽ, ഇതാണ് നമ്മൾ കൊടുക്കുന്ന സിഗ്നൽ, അതിൻ്റെ കണ്ടക്ഷൻ ആംഗിൾ 0 തൊട്ടിട്ട് 180 വരെയൊക്കെ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ അതിനെ ക്ലാസ് ബി എന്ന് പറയും. ഇനി മൂന്നാമത്തെ സ്റ്റേറ്റ് ഉണ്ട്, 0 തൊട്ടിട്ട് 180 എത്തിയില്ല, അതിൻ്റെ മുമ്പ് തന്നെ അത് തീർന്നു പോയി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിനെ ക്ലാസ് സി എന്ന് പറയും. ലെസ് ദാൻ 180 എന്നുള്ളതാണ് ക്ലാസ് സി. ഇത്രയും ഒന്ന് ഓർത്ത് വെക്കുക. ക്ലാസ് എ എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന കണ്ടക്ഷൻ 0 തൊട്ടിട്ട് 360 ഡിഗ്രി വരേക്ക് എത്തുന്നുണ്ടെങ്കിൽ അത് ക്ലാസ് എ. 0 തൊട്ടിട്ട് 180 വരേക്ക് എത്തുന്നുള്ളെങ്കിൽ അത് ക്ലാസ് ബി. 0 തൊട്ടിട്ട് 180 ഡിഗ്രീൻ്റെ താഴെയാണ് എത്തുന്നതെന്നുണ്ടെങ്കിൽ അതിനെ ക്ലാസ് സി എന്ന് പറയും. ഇനി നമ്മളെ കണ്ടൻറ്റ് ഒന്ന് നോക്കുക. ഇതിൻ്റെ ഒരു കമ്പാരിസണാണ്, ചോദിക്കാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യനാണ്. ഇവിടെ പാരാമീറ്റേഴ്സാണ്. പീരിയഡ് ഓഫ് കണ്ടക്ഷൻ, എത്രയാണ് കണ്ടക്ഷൻ? ക്ലാസ് എൻ്റെ കേസിലാണെങ്കിൽ 360, ക്ലാസ് ബീൻ്റെ 180, ക്ലാസ് സി ആണെങ്കിൽ 180ലും താഴെ ആയിരിക്കും. ഓപ്പറേറ്റിംഗ് പോയിൻറ്റിനെ നമ്മൾ പറയുന്ന പേരാണ് ക്യൂ പോയിൻറ്റ്. ക്യൂ പോയിൻറ്റ് ക്ലാസ് എയിലാണെങ്കിൽ ലോഡ് ലൈനിൻ്റെ മിഡിലായിരിക്കും. അതൊന്ന് ഓർത്ത് വെക്കുക, ലോഡ് ലൈനിൻ്റെ മിഡിലായിരിക്കും ക്ലാസ് എൻ്റെ ഓപ്പറേറ്റിംഗ് പോയിൻറ്റ്. ക്ലാസ് ബീൻ്റെതാണെങ്കിൽ കട്ട് ഓഫ് സെറ്റ് കട്ട് ഓഫ് എന്നുള്ളതാണ്. കട്ട് ഓഫ് റീജിയണിലായിരിക്കും എന്ത്? ക്ലാസ് ബീൻ്റെ ക്യൂ പോയിൻറ്റ് ഓപ്പറേറ്റിംഗ് പോയിൻറ്റ്. ക്ലാസ് സീൻ്റെ കേസിലാണെങ്കിൽ
ബിലോ ദി കട്ട് ഓഫ് പോയിൻ്റ് എന്നുള്ളതാണ്. ബിലോ ഓഫ് ദി കട്ട് ഓഫ് ദി പോയിൻ്റ് എന്നുള്ള എടുത്താണ് ഈ കാര്യം നമുക്ക് എന്ത് ചെയ്യുക, ക്ലാസ് സിയുടെ ക്യൂ പോയിൻ്റ്. ദെൻ എഫിഷ്യൻസി, തിയററ്റിക്കൽ എഫിഷ്യൻസി ആണ്. ക്ലാസ് എൻ്റെ കേസിൽ തിയററ്റിക്കൽ എഫിഷ്യൻസി 50% ആണ്. ക്ലാസ് ബി ആവുമ്പോൾ 78.5%. ക്ലാസ് സി ആവുമ്പോൾ 85 to 90%. ദെൻ ഔട്ട്പുട്ടിൻ്റെ കാര്യമാണ്. ഔട്ട്പുട്ട് എങ്ങനെയുള്ള ഔട്ട്പുട്ടാണ് കിട്ടുന്നത് എന്നുള്ളതാണ് നമ്മൾ അടുത്തത് നോക്കുന്നത്. ക്ലാസ് എയിൽ ഒരു ഡിസ്ട്രോഷനും ഇല്ല, കാരണം നമ്മൾ കൊടുത്ത 360 അതേപോലെ തന്നെ നമുക്ക് കിട്ടി, ഒരു ഡിസ്ട്രോഷനും ഇല്ല. ക്ലാസ് ബിയിലാണെങ്കിലോ ഡിസ്ട്രോട്ടഡ് ആയിട്ടുള്ളതാണ്, കുറച്ച് നഷ്ടപ്പെട്ടു പോയില്ലേ. ഡിസ്ട്രോട്ടഡ് വേർഷൻ ഓഫ് ഇറ്റ്സ് ഇൻപുട്ടിൻ്റെ ഡിസ്ട്രോട്ടഡ് വേർഷനാണ് നമുക്ക് കിട്ടിയത്. ദെൻ ക്ലാസ് സിയിലാണെങ്കിലോ ഹൈലി ഡിസ്ട്രോട്ടഡ് വേർഷൻ ഓഫ് ഇൻപുട്ടിൻ്റെ ഹൈലി ഡിസ്ട്രോട്ടഡ് വേർഷനാണ്. പകുതി പോലും കിട്ടുന്നില്ല. നമ്മൾ കൊടുത്ത 360 കൊടുത്താൽ 180 ആണ് അതിൻ്റെ പകുതി, അതുപോലും കിട്ടുന്നില്ലല്ലോ. അപ്പോൾ ഹൈലി ഡിസ്ട്രോട്ടഡ് ആണ് ഇൻപുട്ട്. ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, കമ്പാരിസൺ ഓഫ് ക്ലാസ് എ, ക്ലാസ് ബി, ക്ലാസ് സി ആംപ്ലിഫയേഴ്സിനെ പറ്റിയിട്ടുള്ളത്. ദെൻ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പാസ് ചെയ്യാണ്. കമ്പാരിസൺ ബിറ്റ്വീൻ ആംപ്ലിഫയർ ആൻഡ് ഓസിലേറ്റർ. കഴിഞ്ഞ 2 എക്സാമിനും ചോദിച്ചിട്ടില്ലാത്തൊരു സെക്ഷനാണ് ആംപ്ലിഫയറും ഓസിലേറ്ററും തമ്മിലുള്ള കമ്പാരിസൺ. അപ്പോൾ ഞാൻ അതിൽ കുറച്ച് പോയിൻറ്റ്സ് ടെക്സ്റ്റ് നിന്ന് എടുത്തതാണ്. അപ്പോൾ ആ പോയിൻറ്റ്സ് ഒന്ന് വായിക്കുന്നുണ്ട്. ആംപ്ലിഫയർ ഈസ് ആൻ ഇലക്ട്രോണിക് സർക്യൂട്ട്. ആംപ്ലിഫയർ എന്താണ്? ഒരു ഇലക്ട്രോണിക് സർക്യൂട്ടാണ്. വിച്ച് ഗീവ്സ് ഔട്ട്പുട്ട് ആസ് ആംപ്ലിഫൈഡ് ഫ്രം ദി ഇൻപുട്ട്. നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടിനെയാണ് എന്ത് ചെയ്യണേ, ആംപ്ലിഫൈഡ് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്നത്. ഓസിലേറ്ററിലാണെങ്കിലോ, ഓസിലേറ്ററും ഒരു ഇലക്ട്രോണിക് സർക്യൂട്ട് തന്നെയാണ്. വിച്ച് ഗീവ്സ് ഔട്ട്പുട്ട് വിത്തൗട്ട് അപ്ലിക്കേഷൻ ഓഫ് ഇൻപുട്ട്. ഓസിലേറ്ററിൽ നമ്മളൊരു ഇൻപുട്ട് കൊടുക്കേണ്ട ഒരു കേസില്ല, അതിൻ്റെ ഉള്ളിൽ നിന്ന് ഓട്ടോമാറ്റിക്കലി ജനറേറ്റ് ചെയ്തെടുക്കും. നമ്മളെ ഫംഗ്ഷൻ ജനറേറ്ററൊക്കെ പോലെ ഓൾറെഡി അതിൽ നിന്ന് എന്ത് ചെയ്യും, നമുക്ക് ഔട്ട്പുട്ട് കിട്ടിക്കൊണ്ടേയിരിക്കും. അതാണ് നമ്മൾ പറഞ്ഞ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ്. ആംപ്ലിഫയർ ഈസ് ആൻ രണ്ടും ഇലക്ട്രോണിക് ഡിവൈസാണ്. ഓരോരുത്തർ നമ്മൾ ഇൻപുട്ടിൻ്റെ ആവശ്യമുണ്ട്, ഓരോരുത്തർ ഇൻപുട്ടിൻ്റെ ആവശ്യമില്ല. ദെൻ ആംപ്ലിഫയർ ഡസ് നോട്ട് ജനറേറ്റ് എനി പീരിയോഡിക് സിഗ്നൽ. ആംപ്ലിഫയർ എന്ത് ചെയ്യില്ല, ഒരിക്കലും ഒരു പീരിയോഡിക് സിഗ്നലിനെ ജനറേറ്റ് ചെയ്യില്ല. ഓസിലേറ്റർ ജനറേറ്റ് എനി ടൈപ്പ് ഓഫ് പീരിയോഡിക് ഇലക്ട്രോണിക് സിഗ്നൽ. ഓസിലേറ്റർ എന്ത് ചെയ്യും, ഒരു പീരിയോഡിക് സിഗ്നലിനെ ജനറേറ്റ് ചെയ്യും. ദെൻ അടുത്ത് ആംപ്ലിഫയർ യൂസസ് നെഗറ്റീവ് ഫീഡ്ബാക്ക്. ആംപ്ലിഫയറിൽ നമുക്ക് എന്ത് ചെയ്യാം, നെഗറ്റീവ് ഫീഡ്ബാക്ക്. ആംപ്ലിഫയർ ഇപ്പോൾ ഒരു RC ഫേസ് ഷിഫ്റ്റൊക്കെ അതിലൊക്കെ നമ്മൾ ഫീഡ്ബാക്ക് കൊടുത്തിട്ടില്ലായിരുന്നോ, അതേപോലെ നമുക്ക് എന്ത് ചെയ്യാം, നെഗറ്റീവ് ഫീഡ്ബാക്ക് കൊടുക്കാൻ പറ്റുന്നതാണ് നമ്മുടെ ആംപ്ലിഫയർ എന്നുള്ളത്. ഓസിലേറ്ററിൽ യൂസ് ചെയ്യാൻ പറ്റുന്നത് പോസിറ്റീവ് ഫീഡ്ബാക്ക് മാത്രമേ ഓസിലേറ്ററിൽ കൊടുക്കാൻ പറ്റുള്ളൂ. ദെൻ ആംപ്ലിഫയർ ഓപ്പറേറ്റ് ആസ് എ മൾട്ടിപ്ലെയർ. ആംപ്ലിഫയർ എന്ത് ചെയ്യുക, ഒരു മൾട്ടിപ്ലെയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ദെൻ നമ്മൾ RC ഫേസ് ഷിഫ്റ്റ് തന്നെ എടുക്കുക. അവിടെ നമ്മൾ ഓരോ RCക്കും 60 ഡിഗ്രി വെച്ചിട്ട് ഫേസ് ഷിഫ്റ്റ് നടക്കുന്നുണ്ട്. അപ്പോൾ ആംപ്ലിഫയർ എന്ത് ചെയ്യുക, ഒരു മൾട്ടിപ്ലെയർ ആയിട്ട് വർക്ക് ചെയ്യുന്നുള്ളതിന് എക്സാമ്പിളാണ്. ദെൻ അടുത്തത് ഓസിലേറ്റർ ഓപ്പറേറ്റ് ആസ് എ സോഴ്സ്. ഓസിലേറ്റർ ഒരു സോഴ്സ് ആയിട്ടാണ് ആക്ട് ചെയ്യുക. ഓസിലേറ്റർ ഒരു സോഴ്സ് ആയിട്ടാണ് ആക്ട് ചെയ്യുക. ദെൻ ആംപ്ലിഫയർ പ്രൊവൈഡ് ആംപ്ലിഫൈഡ് സിഗ്നൽ. ആംപ്ലിഫയർ എന്ത് ചെയ്യും, ആംപ്ലിഫൈഡ് ആയിട്ടുള്ള സിഗ്നലാണ്. എന്താണ് ആംപ്ലിറ്റ്യൂഡ്, ഈ ആംപ്ലിറ്റ്യൂഡിനായിട്ട് മാറ്റങ്ങൾ വരുത്തുന്നത്. അപ്പോൾ ആംപ്ലിഫയർ ആസ് എ ആംപ്ലിഫൈഡ് സിഗ്നലിനാണ് നമുക്ക് തരിക. ഓസിലേറ്റർ ഗീവ്സ് ഓസിലേറ്ററി സിഗ്നലാണ് നമുക്ക് തരുന്നത്. ദെൻ അടുത്തത് ആംപ്ലിഫയർ ഡു നത്തിങ് ടിൽ ഇൻപുട്ട് സിഗ്നൽ ഈസ് ഫെഡ് ടു ദ ഇൻപുട്ട്. ഓസിലേറ്റർ പ്രൊഡ്യൂസ് സിഗ്നൽ ഫ്രം ദി മൂവ്മെൻറ്റ് ഓഫ് പവേർഡ്. ഓസിലേറ്റർ എന്ത് ചെയ്യും, പവേർഡ് ആയിട്ടാണ് മൂവ്മെൻറ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യമാണ്. അപ്പോൾ നമ്മളിവിടെ എത്ര പോയിൻ്റ് പഠിച്ച്, 6 പോയിൻ്റ് പഠിച്ച്. നമുക്കിതൊരു 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ട് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു ക്വസ്റ്റ്യനാണ് കമ്പാരിസൺ ഓഫ് ഓസിലേറ്ററും ആംപ്ലിഫയറും തമ്മിലുള്ള ഒരു കമ്പാരിസൺ. ഓക്കെ, നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോസ് ചെയ്യുന്നുണ്ട്. ഇത്രയും നമ്മൾ പറഞ്ഞത് ഫസ്റ്റ് മൊഡ്യൂളിലെ സെക്ഷൻസ് ആണെങ്കിൽ, ഇനി നമുക്ക് സെക്കൻഡ് മൊഡ്യൂളിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് പറയുന്നത്. കഴിഞ്ഞ 2 എക്സാമിനും മോഡൽ എക്സാം ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ് ബ്ലോക്ക് ഡയഗ്രാം ഓഫ് ഓപ്പ് ആംപ്. ഓപ്പറേഷണൽ ആംപ്ലിഫയറിൻ്റെ ബ്ലോക്ക് ഡയഗ്രാം എന്നുള്ളത് കഴിഞ്ഞ 3 എക്സാമുകൾ, മോഡൽ എക്സാം അടക്കം 3 എണ്ണത്തിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. അപ്പോൾ നമുക്ക് അതിൽ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്നൊരു കേസ്, ഒരു ഇൻപുട്ട് സ്റ്റേജ് ഉണ്ട്, ഒരു ഔട്ട്പുട്ട് സ്റ്റേജ് ഉണ്ട്. അതെല്ലാവർക്കും പറഞ്ഞൂടെ, ഓപ്പ് ആംപ് ഇങ്ങനെ ആലോചിച്ച് നോക്കുക, ഇൻപുട്ടും ഔട്ട്പുട്ടും ഉണ്ട്, അതിൽ വ്യത്യാസമില്ല. പിന്നെ ഒരു ഇൻ്റർമീഡിയറ്റും ലെവൽ ഷിഫ്റ്റിങ്ങും. ആ 2 പോയിൻ്റ് നിങ്ങൾ പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് ഇവിടെ 3 മാർക്ക് കിട്ടും. ഇത് പൊതുവേ 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ടാണ് ചോദിക്കാറ്. അപ്പോൾ ഇവിടെ മനസ്സിലാക്കുക എന്തൊക്കെയാണുള്ളത് ഇതിൽ, ഇൻപുട്ട് സ്റ്റേജ്, ഔട്ട്പുട്ട് സ്റ്റേജ്, ഇൻ്റർമീഡിയറ്റ്, ലെവൽ ഷിഫ്റ്റിംഗ് സ്റ്റേജ്.
ഇവിടെ നമ്മൾ ഒരു ഓപ്പാമ്പിൽ 2 ഇൻപുട്ട് കൊടുക്കുന്നുണ്ടാവും. അതിൽ ആദ്യത്തെ നോൺ ഇൻവേർട്ടിങ്ങും ഒരു ഇൻവേർട്ടിങ് ഇൻപുട്ടും 2 ഇൻപുട്ട് ഉണ്ടാവും. ഔട്ട്പുട്ട് ഒരെണ്ണേ ഉണ്ടാവുള്ളൂ. ദെൻ ആദ്യം കൊടുക്കുന്ന സ്റ്റേജാണ് ഇൻപുട്ട് സ്റ്റേജ്. ഇൻപുട്ട് സ്റ്റേജിലോട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിനെന്ത് ചെയ്യും, ഒരു ലെവൽ ഷിഫ്റ്റിങ്ങിലോട്ടാണ് അടുത്ത് പോകേണ്ടത്. അതിൻ്റെ ഇടയിലൊരു ഇൻ്റർമീഡിയറ്റ് സ്റ്റേജ് ഉണ്ട്. ആ ഇൻ്റർമീഡിയറ്റ് സ്റ്റേജിലോട്ട് നമ്മൾ കൊടുക്കുന്ന 2 ഇൻപുട്ടിനെയും കമ്പയർ ചെയ്തിട്ട് ഒരു ഇൻ്റർമീഡിയറ്റ് സ്റ്റേജിലോട്ട് കൊടുത്ത് ആ ഇൻ്റർമീഡിയറ്റ് സ്റ്റേജ് എന്ത് ചെയ്യും, ഔട്ട്പുട്ടിനെ സിംഗിൾ ഔട്ട്പുട്ടാക്കിയിട്ട് മാറ്റും. നമ്മൾ കൊടുത്ത 2 ഇൻപുട്ട് ഉണ്ടായിരുന്നു, അതിനെ രണ്ടിനെയും കൂടി സിംഗിൾ ഇൻപുട്ടാക്കി മാറ്റിയിട്ട് ലെവൽ ഷിഫ്റ്റിംഗ് സ്റ്റേജിലോട്ട് കൊടുക്കും. ലെവൽ ഷിഫ്റ്റിംഗ് സ്റ്റേജ് എന്ത് ചെയ്യും, അത് ഔട്ട്പുട്ട് സ്റ്റേജിലോട്ട് കൊടുക്കും. നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഔട്ട്പുട്ട് കിട്ടും. ഇവിടെ ഇത് ഇത്രയും കാലം ചോദിച്ചിട്ടുള്ളത് ഈ ക്വസ്റ്റ്യൻ എന്താണ്, ഡയറക്റ്റ് ബ്ലോക്ക് ഡയഗ്രാം ഓഫ് ഓപ്പാമ്പ് എന്നുള്ളതാണ്. ആ ബ്ലോക്ക് ഡയഗ്രാം വരച്ച് വെക്കാനാണ് ചോദിച്ചിട്ടുള്ളത്. ഇതിന് 3 മാർക്കും തരാറുണ്ട്. അല്ലാണ്ട് നമുക്ക് മുമ്പത്തെ പല എക്സാമുകളും എടുത്ത് നോക്കിയാൽ പല രീതിയിൽ ചോദിച്ചിട്ടുണ്ടാകും. പക്ഷേ നമ്മുടെ 2021 റിവിഷൻ പ്രകാരം ഈ ഒരു ബ്ലോക്ക് ഡയഗ്രാം മാത്രം വരച്ച് വെച്ചാൽ 3 മാർക്ക് കിട്ടും. ഇതുവരെ എല്ലാറ്റിനും ചോദിച്ചിട്ടുണ്ട്. അടുത്ത എക്സാമിന് S3യുടെ 30-31 ADC എക്സാമിനും ഇത് ചോദിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ദെൻ അടുത്തത് നമ്മുടെ ADCയിലെ സെക്കൻഡ് മൊഡ്യൂൾ ഓപ്പറേഷണൽ ആംപ്ലിഫയർ എന്നുള്ള ആ മൊഡ്യൂളിൽ ചോദിക്കാൻ എന്തായാലും സാധ്യതയുള്ള 7 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യനാണ്. ലിസ്റ്റ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഐഡിയൽ ഓപ്പാമ്പ് അല്ലെങ്കിൽ റിയൽ ഓപ്പാമ്പ്. ഏത് വേണമെങ്കിലും ചോദിക്കാം. രണ്ടും ഒരേ സാധനമാണ് പഠിക്കാനുള്ളത്. രണ്ടിലും വ്യത്യാസമുള്ളത് പറഞ്ഞുതരാം. ഐഡിയൽ ഓപ്പാമ്പാണ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇതേപോലെ 6 പോയിൻ്റ് എഴുതി വെക്കുക. ഇൻഫിനിറ്റ് ഓപ്പൺ ലൂപ്പ് ഗെയിൻ ജി എന്നുള്ള ഇക്വേഷനൊക്കെ എഴുതി വെക്കുക. ഇൻഫിനിറ്റ് ഇൻപുട്ട് ഇമ്പഡൻസ് ആർ ഇൻ എന്നുള്ളതാണ്, ആർ ഇൻ ഇങ്ങനെയാണ്. ദെൻ 0 ഇൻപുട്ട് ഓഫ്സെറ്റ് വോൾട്ടേജ്, ഇൻഫിനിറ്റ് ഔട്ട്പുട്ട് വോൾട്ടേജ് റേഞ്ച്, ഇൻഫിനിറ്റ് ബാൻഡ് വിഡ്ത്ത് വിത്ത് 0 ഫേസ് ഷിഫ്റ്റ് ആൻഡ് ഇൻഫിനിറ്റ് സ്ലീവ് റേറ്റ്, 0 ഔട്ട്പുട്ട് ഇമ്പഡൻസ് RO എന്നുണ്ടാവും, 0 ഔട്ട്പുട്ട് ഇമ്പഡൻസ് RO. ഈ രീതിയിൽ നിങ്ങൾക്ക് എഴുതി വെക്കാം. ഇത് എത്ര മാർക്കിനാണ് ചോദിച്ചാലാണ് 7 മാർക്കിന് ചോദിക്കാം. ഇതുവരെ നടന്ന എല്ലാ എക്സാമിനും 7നോ 3നോ ഇത് ചോദിച്ചിട്ടുണ്ട്. 3 മാർക്കിനാണ് ചോദിക്കണമെന്നുണ്ടെങ്കിൽ 3 പോയിൻ്റ് എഴുതി വെച്ചാൽ മതി. 7 മാർക്കിനാണെങ്കിൽ ഈ 6 പോയിൻറ്റും എഴുതി വെക്കുക. ദെൻ സപ്പോസ് ഇതിപ്പോൾ ഐഡിയൽ ഓപ്പാമ്പിൻ്റെ കേസാണ്. ഇനി നിങ്ങളോട് ചോദിച്ചത് റിയൽ ഓപ്പാമ്പാണെങ്കിൽ ഈ ഇൻഫിനിറ്റ് കാണുന്നിടത്തൊക്കെ എന്ത് ചെയ്യുക, മാക്സിമം എഴുതി വെക്കുക. മാക്സിമം ഇൻപുട്ട് കാണുന്നിടത്തൊക്കെ ഇൻഫിനിറ്റ് കാണുന്നിടത്തൊക്കെ എന്ത് ചെയ്യുക, മാക്സിമം എഴുതി വെക്കുക. മാക്സിമം. ദെൻ 0 കാണുന്നിടത്തൊക്കെ എന്ത് ചെയ്യുക, മിനിമം എഴുതി വെക്കുക. അപ്പോൾ നമ്മൾ റിയൽ ഓപ്പാമ്പായി. ഇപ്പോൾ ഇനി ഞാനൊരു പോയിൻറ്റുകളൊന്ന് വായിക്കാം. ഇൻഫിനിറ്റ് ഓപ്പൺ ലൂപ്പ് ഗെയിൻ എന്നായിരുന്നുണ്ടായിരുന്നത്. അതിന് ഞാൻ റിയൽ ഓപ്പാമ്പിൻ്റെ കേസിൽ എന്താ വരിക, റിയൽ ഓപ്പാമ്പിൻ്റെ കേസിൽ വരുമ്പോൾ അവിടെ എന്താവും, ഇൻഫിനിറ്റ് ഓപ്പൺ ലൂപ്പ് ഗെയിനിന് പകരം എന്താവും, മാക്സിമം ഓപ്പൺ ലൂപ്പ് ഗെയിൻ എന്നാവും. അടുത്ത പോയിൻ്റ് എന്താവും, മാക്സിമം ഇൻപുട്ട് ഇമ്പഡൻസ് എന്നാവും. അടുത്തതോ മിനിമം ഇൻപുട്ട് ഓഫ്സെറ്റ് വോൾട്ടേജ്, മാക്സിമം ഔട്ട്പുട്ട് വോൾട്ടേജ് റേഞ്ച്. ഇവിടെ എന്താവും, മാക്സിമം ബാൻഡ് വിഡ്ത്ത് വിത്ത് മിനിമം ഫേസ് ഷിഫ്റ്റ്, മാക്സിമം സ്ലീവ് റേറ്റ്. ഇതോ മിനിമം ഔട്ട്പുട്ട് ഇമ്പഡൻസ്. ഈ രീതിയിലോട്ട് മാറുന്നല്ലാണ്ട് ഒരു വ്യത്യാസവും ഉണ്ടാവില്ല റിയൽ ഓപ്പാമ്പിൻ്റെ കേസിലോ ഐഡിയൽ ഓപ്പാമ്പിൻ്റെ കേസിലും. ശ്രദ്ധിക്കുക, ഈ ക്വസ്റ്റ്യന് ഇതുവരെ നടന്ന എക്സാമിനൊക്കെ ചോദിച്ചിട്ടുണ്ട്. ചോദിക്കുന്നതെല്ലാം 3 മാർക്കിന് അല്ലെങ്കിൽ 7 മാർക്കിന് ഇങ്ങനെയാണ് ചോദിച്ചിട്ടുള്ളത് ഇതുവരെ നടന്നതിലൊക്കെ. അപ്പോൾ നമ്മളെ എക്സാമിന് നമ്മളൊരു 3 or 7 മാർക്ക് നമ്മൾ സ്കോർ ചെയ്യുന്ന രീതിയിലാണ് ഇതിനെ കൺസിഡർ ചെയ്യേണ്ടത്. ഓക്കെ ആണോ? ദെൻ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പാസ് ചെയ്യുന്നുണ്ട്. 3ാമത്തെ മൊഡ്യൂളിലുള്ളതാണ്. പല ആൾക്കാരും മെസ്സേജ് അയച്ചിട്ടൊക്കെ ചോദിച്ചിട്ടുള്ളതാണ് KMAPൻ്റെ ക്വസ്റ്റ്യൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുമോ എന്നുള്ളത്. അപ്പോൾ ഞാൻ KMAPൻ്റെ ഒരു ക്വസ്റ്റ്യനാണ് ഇന്ന് ഇവിടെ എടുത്തിട്ടുള്ളത്. ഇംപ്ലിമെൻറ്റ് ദ ലോജിക്കൽ എക്സ്പ്രഷൻ ABC എന്നുള്ളതാണ്. 1 2 3 4 5 6 7 യൂസിങ് ബേസിക് ഗേറ്റ് എന്നുള്ളതാണ്. ശ്രദ്ധിക്കുക, ആദ്യം നമ്മൾ വരക്കേണ്ട കാര്യം എന്താ, ഒരു കള്ളിയാണ് വരക്കേണ്ടത്. അപ്പോൾ ആ കള്ളി വരക്കണം. എങ്ങനെ കള്ളി വരക്കുക എന്നുള്ളതാണ് ആദ്യത്തെ കണ്ടീഷൻ. കള്ളി വരക്കാനുള്ള കാര്യങ്ങളാണ് നോക്കേണ്ടത്. അപ്പോൾ കള്ളി വരക്കുമ്പോൾ ചിലപ്പോൾ ചില ടീച്ചേഴ്സ് 4 കള്ളി വരച്ചിട്ടുണ്ടാവും, ചിലപ്പോൾ 8 കള്ളി വരച്ചിട്ടുണ്ടാവും, ചിലപ്പോൾ എന്ത് ചെയ്യുന്നുണ്ടാവും 16 കള്ളി വരച്ചിട്ടുണ്ടാവും, ഇങ്ങനെ വരച്ചിട്ടുണ്ടാവും. ഇത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? അപ്പോൾ അതാണ് നമ്മൾ ആദ്യം പറയുന്നത്. നമ്മളിവിടെ കൊടുക്കുന്ന ഇവിടെയുള്ള ലെറ്റേഴ്സിൻ്റെ എണ്ണം നോക്കുക. ABC 2 ലെറ്ററേ അവിടെ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, 4 കള്ളി വരച്ചാൽ മതി.
3 ലെറ്റർ ഉണ്ടെങ്കിൽ അവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, 8 എണ്ണത്തിൻ്റെ കള്ളി വരയ്ക്കുക. 4 ലെറ്റർ ഉണ്ടെങ്കിൽ 16 എണ്ണത്തിൻ്റെ കള്ളി വരയ്ക്കുക. ഇത് ഓക്കെ ആണോ? എത്ര ലെറ്റർ ഉണ്ടോ അതിനനുസരിച്ചിട്ട് കള്ളി വരയ്ക്കുക എന്നുള്ളതാണ്. ദെൻ അടുത്ത കേസ്, ഇപ്പോൾ ഇവിടെ എത്ര ലെറ്റർ ഉണ്ട്? ഇവിടെ 3 ലെറ്റർ ആണുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, 3 എണ്ണത്തിൻ്റെ കള്ളിയാണ് വരക്കുന്നത്. ശരിക്കും ശ്രദ്ധിക്കുക, 3 എണ്ണത്തിൻ്റെ കള്ളി എന്ന് പറഞ്ഞാൽ 8 കള്ളി ഉണ്ടാവും. എന്നിട്ട് ഈ കോർണർ ഒന്ന് ഇട്ട് നീട്ടി വരയ്ക്കുക. ഇവിടെ ആദ്യത്തെ ലെറ്റർ എന്താ? എ, അത് ഞാൻ ഇവിടെ താഴെ എഴുതി. രണ്ടാമത്തെ എന്താ? ബി സി, അതിവിടെ സൈഡിൽ എഴുതി ബി സി എന്നുള്ളത്. ബി സി എന്നുള്ളത് ഞാൻ ഇവിടെ സൈഡിൽ എഴുതിയിട്ടുണ്ട്, ബി സി. ഓക്കെ, ഇനി അടുത്ത എന്ത് ചെയ്യേണ്ടി, ഇവിടെ എക്ക് കൊടുക്കാൻ പറ്റുന്ന വാല്യൂ 0 1, ബി സിക്ക് കൊടുക്കാൻ പറ്റുന്നത് 0 0 0 1 1 1 കഴിഞ്ഞതിൻ്റെ ശേഷമാണ് 1 0 ഇടേണ്ടത്. കെ മാപ്പിൽ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. 1 1 കഴിഞ്ഞതിൻ്റെ ശേഷമാണ് 1 0 ഇടേണ്ടത്. നിങ്ങൾ എല്ലായിടത്തും പഠിച്ചിട്ടുണ്ടാവും 0 0 0 1 1 0 1 1 എന്നുള്ളത്. അത് ഇവിടെ കെ മാപ്പിൽ നടക്കില്ല. കെ മാപ്പിൽ എല്ലായ്പ്പോഴും 1 1 കഴിഞ്ഞതിൻ്റെ ശേഷമാണ് 1 0 പോസ്റ്റ് ചെയ്യേണ്ടത്. ഓക്കെ ആണോ? ഇനി അടുത്ത കാര്യമാണ് പറയേണ്ടത്. ഇവിടെ തന്ന നമ്പേഴ്സൊക്കെ നോക്കുക. 1, 1ൻ്റെ ബൈനറി നമ്പർ എത്ര? ബൈനറി നമ്പർ 0 0 1. ദെൻ ഇത് നമുക്ക് ഈ കള്ളിയിലെവിടെ ഉണ്ടാവുക? ആദ്യത്തെ ലെറ്റർ 0. ഈ 0ൻ്റെ കള്ളി ഇങ്ങനെ ഉണ്ട് നോക്കിയാൽ ആ കള്ളിയിൽ 0 0 എന്നുള്ള ഈ കള്ളിയിൽ എവിടെയെങ്കിലും ആയിരിക്കണം ഇത് വരേണ്ടത്. പിന്നെ 0 1 വരുന്ന ഈ കള്ളിയിൽ. അപ്പോൾ ഇത് രണ്ടും കൂടി മീറ്റ് ചെയ്യണ ഈ ഒരു പോയിൻ്റുള്ള വരുന്ന കള്ളിയിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, അത് മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ നോക്കേണ്ടത്. ഓക്കെ, അപ്പോൾ 0 1ൻ്റെ ബൈനറി നമ്പർ നമ്മൾ പ്ലോട്ട് ചെയ്യാണ്. ഇവിടെയാണ് വരേണ്ടത് 0. ഇവിടുന്ന് ലെഫ്റ്റ് സൈഡിൽ നിന്ന് എൻ്റെ താഴെയുള്ള ലെറ്റർ 0 വരുന്ന കള്ളി നോക്കുക. മേലെ ബി സി എന്നുള്ളിടത്ത് 0 1 വരുന്നത്. രണ്ടും കൂടി മെർജ് ചെയ്യുന്ന സ്ഥലം എവിടെയാണ്? രണ്ടും കൂടി കൂട്ടിമുട്ടുന്ന സ്ഥലത്താണ് നമ്മൾ 1 പോസ്റ്റ് ചെയ്യുന്നത്. ദെൻ 2 നോക്കുക. 2ൻ്റെ ബൈനറി നമ്പർ എത്ര? 0 1 0 0 1 0 എന്നുള്ളത്. 0 എന്ന് തുടങ്ങിയിട്ട് ഇങ്ങനെ പോയിട്ട് 0 ലെഫ്റ്റ് എൻ്റെ അവിടെ 0 എന്ന് തുടങ്ങിയിട്ട് 1 0 വരുന്ന കള്ളി ഏതാ? ഇവിടെ. അവിടെ നമ്മൾ 1 കൊടുത്ത്. ദെൻ അടുത്തത് 3. 3യുടെ ബൈനറി നമ്പർ 0 1 1 എന്നുള്ളതാണ്. ഇതെവിടെ വരുന്നത്? 0 1 1 എന്നുള്ളത് ഈ കള്ളിയിലാണ് വരുന്നത്. ദെൻ അടുത്ത ഏതാ? 3 4 5. 5ൻ്റെ എന്താ വരിക? 1 0 1 1 0 1 എന്ന് വരുന്നത് ഇവിടെയാണ്. ദെൻ 6. 6ൻ്റെത് 1 1 0 1 1 0 എന്ന് വരുന്നത് ഇവിടെ ആയിരിക്കും, 1 1 0. ദെൻ 7. 7ൻ്റെ എന്താ? 1 1 1. ഇതാ ഈ രീതിയിലാണ് വരുന്നത്. ഇനി ഇതിനെ ഗ്രൂപ്പ് ചെയ്യുന്ന കേസാണ്. ഗ്രൂപ്പ് ചെയ്യുമ്പോൾ എങ്ങനെ ചെയ്യാൻ പറ്റും? ഞാനിവിടെ ഇതിനെ രണ്ടിനെയും കൂടി ഇങ്ങനെ ഗ്രൂപ്പ് ചെയ്തുകൂടെ? ഇത് രണ്ടും കൂടി മെർജ് ചെയ്തിട്ട് ഇങ്ങനെയും ഗ്രൂപ്പ് ചെയ്ത് 2 ഗ്രൂപ്പാക്കിയിട്ടെടുത്ത്, എന്നിട്ട് ഈ ആദ്യത്തെ ഗ്രൂപ്പിൻ്റെ ലെഫ്റ്റ് സൈഡിലോട്ട് നോക്കുമ്പോൾ ഇവിടെ 0യും 1ഉം ആണുള്ളത്. ഇത് രണ്ടും കോമൺ ആണ്. അപ്പോൾ രണ്ടും ഡിഫറൻ്റ് ആയിട്ടാണ്. കോമൺ അല്ലല്ലോ, ഒന്ന് 0യും ഒന്ന് 1ഉം അല്ല എൻ്റെ താഴെയുള്ള ലെറ്റേഴ്സ്. അപ്പോൾ ഇവിടെ 0യും 1ഉം ആണ് വരുന്നത്. അപ്പോൾ നമ്മൾ രണ്ടും എടുക്കില്ല, കോമൺ ആയിട്ട് വരുന്ന സാധനം മാത്രമേ എടുക്കുള്ളൂ. അപ്പോൾ ഈ ഗ്രൂപ്പിൻ്റെ മുകളിലോട്ട് നോക്കി, അവിടെ 0 1 പിന്നെ 1 1 ഇങ്ങനെയുള്ള ലെറ്റേഴ്സാണുള്ളത്. അപ്പോൾ അവിടെ കോമൺ ആയിട്ട് വരുന്നത് എന്താ? ഈ ഒരു ലെറ്റർ, രണ്ടാമത്തെ ലെറ്റർ മാത്രമാണ് കോമൺ ആയിട്ട് വരുന്നത്. അപ്പോൾ അവിടുത്തെ ലെറ്റേഴ്സ് ഒന്ന് എഴുതി വെക്കുക. ബി സി എന്നുള്ളതാണ്. ബി എന്നുള്ളത് ഡിഫറൻ്റ് ആയിട്ട് വരുന്നതാണ്. അപ്പോൾ അത് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട. സി എന്നുള്ളത് മാത്രമാണ് കൺസിഡർ ചെയ്യേണ്ടത്. സീൻ്റെ നമ്പർ വരുന്നത് 1 ആണ്. അവിടെ ഏതൊരു നമ്പർ ഒന്നെങ്കിൽ 0 വരും അല്ലെങ്കിൽ 1 വരും. 0 വരുമ്പോൾ നമ്മൾ ബാർ ഇട്ട് കൊടുക്കുക, 1 വരുമ്പോൾ ആ നമ്പർ അതേപോലെ ഇട്ടേക്കുക. അപ്പോൾ ഇപ്പോഴത്തെ കണ്ടീഷനിൽ സിക്ക് എത്ര വാല്യൂ വന്നിട്ടുണ്ട്? 1 ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആ ഒരു നമ്പർ മാത്രം കൺസിഡർ ചെയ്താൽ മതി. സീൻ്റെ നമ്പർ എത്രയാണ്? y ഈക്വൽ ടു എക്സ്പ്രഷൻ ഇതാണ്, y ഈക്വൽ ടു സി മാത്രം എഴുതി വെക്കുക. പ്ലസ് ഫസ്റ്റത്തെ ഗ്രൂപ്പിൽ സി മാത്രമേ ഉള്ളൂ, ലെഫ്റ്റ് സൈഡിലൊന്നുമില്ല. ദെൻ രണ്ടാമത്തെ ഗ്രൂപ്പ്, ഈ ഗ്രൂപ്പാണ് ഇനി കൺസിഡർ ചെയ്യുന്നത്. ഈ ഗ്രൂപ്പിൻ്റെ ലെഫ്റ്റ് സൈഡിലോട്ട് നോക്കി, അവിടെ 0യും 1ഉം ആണ് വരുന്നത്. അപ്പോൾ കോമൺ ആയിട്ടൊന്നുമില്ല, അത് നമുക്ക് എന്ത് ചെയ്യാം? ഒഴിവാക്കാം. ഈ ഗ്രൂപ്പിൻ്റെ മുകളിലോട്ട് നോക്കി, അവിടെ മുകളിലോട്ട് നോക്കിയപ്പോൾ നമ്പേഴ്സ് എന്തൊക്കെയാണ്? 1 1ഉം 1 0 ആണ്. അവിടെയുള്ള ലെറ്റർ ഏതാണ്? ബിയും സിയും അല്ലേ? ഇതിൽ സി എന്നുള്ള ലെറ്ററിൻ്റെ താഴെ വരുന്ന നമ്പേഴ്സ് എന്താണ്? മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെ നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. ബീൻ്റെ നമ്പർ മാത്രമേ കൺസിഡർ ചെയ്യേണ്ടുള്ളൂ. ബീൻ്റെ നമ്പർ കോമൺ ആണ്, 1 ആയിട്ടാണ് ഇരിക്കണത്. അപ്പോൾ ബിക്ക് ബാർ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല.
ബിക്ക് ഈ നമ്പർ 0 ആണെന്നുണ്ടെങ്കിലാണ് ബിക്ക് ബാർ ഇടേണ്ടത്. ആ നമ്പർ 1 ആയതുകൊണ്ട് തന്നെ നമ്മൾ ആ നമ്പർ അതേപോലെ എഴുതി വെച്ച്. ഇതാണ് അതിൻ്റെ എക്സ്പ്രഷൻ. y = c+b എന്നോ അല്ലെങ്കിൽ b+c എന്നോ എന്ത് വേണമെങ്കിലും എഴുതി വെക്കാം. ഓക്കെ ആണോ? അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, K-മാപ്പിൻ്റെ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യേണ്ടത്. ഇനി ഇവിടെ നമ്മൾ ക്വസ്റ്റ്യൻ മാത്രം സോൾവ് ചെയ്താൽ മാത്രം പോരാ, ഇവിടെ ലോജിക്കൽ എക്സ്പ്രഷൻ എന്ന് കൂടി പറഞ്ഞിട്ടുണ്ട്, യൂസിങ് ബേസിക് ഗേറ്റ് വെച്ചിട്ട്. ഇവിടെ തന്നിട്ടുള്ള ക്വസ്റ്റ്യനിൽ ഒന്ന് നോക്കിയേ. തന്നിട്ടുള്ള ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിട്ടുള്ളതെന്ന്, b+c എന്നുള്ളതാണ് എക്സ്പ്രഷൻ. ഇനി നമുക്ക് ഈ K-മാപ്പ് ഒക്കെ ഒന്നുണ്ട് ഒഴിവാക്കുക, എക്സ്പ്രഷൻ നോക്കുക. എക്സ്പ്രഷൻ എന്താ പറഞ്ഞിട്ടുള്ളത്, b+c, y = b+c എന്നുള്ളതാണ് നമ്മുടെ എക്സ്പ്രഷൻ. അപ്പോൾ ഇതിനൊരു സർക്യൂട്ട് ഡയഗ്രാം ആക്കിയിട്ട് വരക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. രണ്ട് സംഖ്യകൾ കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ഗേറ്റ് ഏതാണ് നമ്മൾ യൂസ് ചെയ്യൽ, നമ്മൾ ഓർ ഗേറ്റാണ് യൂസ് ചെയ്യൽ. അപ്പോൾ ഒരു ഓർ ഗേറ്റ് വരയ്ക്കുക. 2 ഇൻപുട്ട് ഉണ്ടാവും, ഒരു ഇൻപുട്ടിനെ b എന്ന് കൊടുക്കുക, ഒരു ഇൻപുട്ടിനെ c എന്ന് കൊടുക്കുക. ദെൻ ഔട്ട്പുട്ട് y = ഈ ഒരു സാധനം കൂടി അതിൻ്റെ കൂടെ വരച്ച് വെച്ചാൽ നിങ്ങൾക്ക് അതിൻ്റെ കംപ്ലീറ്റ് 7 മാർക്ക് കിട്ടും. ആ K-മാപ്പിൻ്റെ കള്ളി വരച്ചാൽ 4 മാർക്ക്, K-മാപ്പിൻ്റെ കള്ളി വരച്ച് വെച്ചാൽ 4 മാർക്ക് കിട്ടും. ഓക്കെ ആണോ? K-മാപ്പിൻ്റെ കള്ളി വരച്ച് വെച്ചാൽ 4 മാർക്ക്. ദെൻ ബാക്കി കള്ളിക്ക് 4 മാർക്ക്. അതിൻ്റെ ഫൈനൽ ഇക്വേഷൻ കിട്ടുന്ന രീതിയിലോട്ട് നിങ്ങൾ ആക്കിയിട്ടുണ്ടെങ്കിൽ 2 മാർക്ക്. ഫൈനൽ എക്സ്പ്രഷൻ വെച്ചിട്ടൊരു സർക്യൂട്ട് ഡയഗ്രാം വരക്കാനുണ്ട്, ആ ലോജിക്കൽ ഡയഗ്രാം കൂടി വരച്ചിട്ടുണ്ടെങ്കിൽ അവിടെ 1 മാർക്ക്. ഇത്രയും ആയാൽ നിങ്ങൾക്ക് ആ ഒരു ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയി. ദെൻ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പാസ് ചെയ്യുന്നുണ്ട്. റൈറ്റ് ദ നെയിം ഓഫ് ലോജിക്കൽ എക്സ്പ്രഷൻ ഫോർ ദി ഫോളോയിങ് എന്നുള്ളതാണ്. അതായത് ഈ ഒരു ക്വസ്റ്റ്യനെ സംബന്ധിച്ചിട്ട് പറയുകയാണെങ്കിൽ ഇതുവരെ നടന്ന എക്സാമുകളിലെല്ലാം ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. ഒന്നെങ്കിൽ ലോജിക് ഗേറ്റ് എന്ന് പറയും, അല്ലെങ്കിലോ ഏതെങ്കിലും ബേസിക് ഗേറ്റോ യൂണിവേഴ്സൽ ഗേറ്റോ അല്ലെങ്കിൽ എക്സോർ ഗേറ്റോ ബേസിക് ഗേറ്റോ. ഇതിങ്ങനെ മാറ്റി മാറ്റി ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ഒന്നെങ്കിൽ 3 മാർക്കിന് ചോദിക്കും, ഏതെങ്കിലും ഒരു ഗേറ്റ് തന്നിട്ട് അതിൻ്റെ ട്രൂത്ത് ടേബിൾ എഴുതാൻ പറയും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗേറ്റിൻ്റെ സിമ്പൽ വരക്കാൻ പറയുന്നത് 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യനായിട്ടും ചോദിക്കും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ ഒരു സെക്ഷൻ്റെ ക്വസ്റ്റ്യൻ പഠിച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 7 മാർക്ക് നിങ്ങളുടെ എക്സാമിന്, ബോർഡ് എക്സാമിന് മിനിമം സ്കോർ ചെയ്യാം. ഇതെന്തായാലും ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. അപ്പോൾ നമുക്ക് നോക്കേണ്ടത് ബേസിക് ഗേറ്റുകൾ ഏതൊക്കെയാണെന്നുള്ളതാണ്. നമുക്ക് 3 ബേസിക് ഗേറ്റുകളുള്ളത്. ഒന്ന് നോട്ട്, അടുത്തത് ആൻഡ്, പിന്നെ ഒരു ഓറും. ഇതാണ് നമ്മുടെ ബേസിക് ഗേറ്റ്. യൂണിവേഴ്സൽ ഗേറ്റ് എന്ന് പറഞ്ഞാൽ നാൻഡ്, നോർ. ഇതാണ് നമ്മുടെ യൂണിവേഴ്സൽ ഗേറ്റ്. എക്സ്ക്ലൂസീവ് ഗേറ്റ്, സ്പെഷ്യൽ പർപ്പസ് ഗേറ്റ് എന്നുള്ളതിന് നമ്മൾ പറയൽ എക്സോർ, എക്സ് നോർ. ഇത് രണ്ടുമാണ് സ്പെഷ്യൽ പർപ്പസ് ഗേറ്റ്. ഇനി ഇതിൽ എന്താണ് നമ്മൾ എക്സാമിന് എഴുതേണ്ടത് എന്നുള്ള കാര്യമാണ് നമ്മൾ പറയുന്നത്. ശ്രദ്ധിക്കുക, എക്സാമിന് എഴുതേണ്ട കാര്യം ഓരോ ഗേറ്റിൻ്റെയും സിമ്പൽ പഠിച്ചു വെക്കണം. ആ സിമ്പൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് അതിൻ്റെ ട്രൂത്ത് ടേബിളും വേണം. അപ്പോൾ ഞാൻ ആദ്യത്തെ 2-3 പഠിപ്പിച്ചു തരാം, ഒന്ന് ശ്രദ്ധിക്കുക. നോട്ട് ഗേറ്റിൻ്റെ സിമ്പൽ എന്ന് പറഞ്ഞാൽ ഈ രീതിയിലായിരിക്കും നോട്ട് ഗേറ്റിൻ്റെ സിമ്പൽ വരിക. ഒരു ഇൻപുട്ട് എ എന്ന് പറഞ്ഞ ഒരു ഇൻപുട്ട്, ഔട്ട്പുട്ട് വൈ എന്നുള്ളതും. ഇതിൻ്റെ ട്രൂത്ത് ടേബിൾ എന്ന് പറഞ്ഞാൽ എ ഉണ്ടാവും, വൈയും ഉണ്ടാവും. കള്ളി വരച്ച് വെക്കുക. എക്ക് കൊടുക്കാൻ പറ്റുന്ന വാല്യൂ 0, 1. അപ്പോൾ എൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും വൈയിൽ വരിക. അപ്പോൾ ഇവിടെ 1ഉം ഇവിടെ 0ഉം. ട്രൂത്ത് ടേബിൾ കഴിഞ്ഞ് ഇത്രയേ ഉള്ളൂ അതിൽ എഴുതണ്ടേ. ദെൻ അടുത്തത് നോട്ട് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞതിൽ അടുത്ത എന്താ, ആൻഡ് ഗേറ്റ്. ആൻഡ് ഗേറ്റിൻ്റെ സിമ്പൽ നമ്മൾ ഇംഗ്ലീഷ് ലെറ്ററിൽ ഡി എഴുതുന്ന പോലെ എഴുതുക. 2 ഇൻപുട്ട് ഉണ്ടാവും, ഒരു ഔട്ട്പുട്ട് ഉണ്ടാവും. ദെൻ ഇതിൻ്റെ ട്രൂത്ത് ടേബിൾ എന്ന് പറഞ്ഞാൽ എ ബി, 2 ഇൻപുട്ട് ഉണ്ട്, എ ബി. ദെൻ വൈ എന്ന് പറഞ്ഞിട്ട് ഒരു ഔട്ട്പുട്ടും. 0 0 0 1 1 0 1 1. ഇത്രയാണ് നമുക്ക് പോസിബിളായിട്ട് കൊടുക്കാൻ പറ്റുന്ന ഇൻപുട്ടുകൾ. ഇത് ആൻഡ് ഗേറ്റ് ആകുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ പോലെയാണ്. 0 0 എന്ന് പറയുമ്പോൾ 0 തന്നെയാണ്. 0 0 0 1 1 വരുമ്പോൾ കേസിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, 1 എന്നുള്ള വാല്യൂ കിട്ടുള്ളൂ. അല്ലാത്ത എല്ലാ കേസിലും എന്താണ്, 0s ആണ് വരിക. ദെൻ അടുത്തത് ആൻഡ് ഗേറ്റ് കഴിഞ്ഞാൽ ഓർ ഗേറ്റിനെ പറ്റിയിട്ടാണ് നമുക്ക് പറയാനുള്ളത്. ഓർ ഗേറ്റിൻ്റെ സിമ്പൽ ഇതുപോലത്തെ ഒരു സിമ്പലാണ്. ഇവിടെയും 2 ഇൻപുട്ട് ഒരു ഔട്ട്പുട്ടാണുള്ളത്. ഓർ ഗേറ്റിലും നമ്മൾ കൊടുക്കുന്ന എ ബി വൈ എന്നുള്ളത് 0 0 0 1 1 0 1 1. ദെൻ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഓർ ഗേറ്റിലാവുമ്പോൾ ഏതെങ്കിലും ഒരു ഇൻപുട്ട് 1 ആണെങ്കിൽ ഔട്ട്പുട്ടൊക്കെ എന്താകും, 1 ആയിരിക്കും. അത് മാത്രം ആലോചിച്ചാൽ മതി. ഏതെങ്കിലും ഒരു ഇൻപുട്ട് 1 ആണെങ്കിൽ ഔട്ട്പുട്ട് 1 ആയിരിക്കും.
ദെൻ യൂണിവേഴ്സൽ ഗേറ്റ് ആകുമ്പോൾ നമ്മൾ നേരത്തെ വരച്ച നോർ ഗേറ്റ് ഉണ്ടായിരുന്നില്ലേ, ആ നോർ ഗേറ്റാണ് ഇവിടെ നമ്മൾ വരക്കേണ്ടത്. ഓർ ഗേറ്റ് വരയ്ക്കുക, അതിൻ്റെ ഫ്രണ്ടിലൊരു ബബിൾ ഇട്ടേക്കുക. ഇതാണ് നമ്മളെ നോർ ഗേറ്റ്. നേരത്തെ നമ്മൾ ഓർ ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു y = 0 1 1 1 എന്നുള്ളത്. ഇതിൻ്റെ നേരെ തല തിരിഞ്ഞതായിരിക്കും നോർ ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് 1 0 0 0 എന്നുള്ളത്. കാരണം ഇവിടെ ഒരു നോട്ട് ഗേറ്റും കൂടി വന്നില്ലേ, അപ്പോൾ അതിൻ്റെ നേരെ തല തിരിഞ്ഞ വേർഷൻ ആയിരിക്കും കിട്ടുക. ഓക്കെ. ദെൻ അടുത്തത് ആൻഡ് ഗേറ്റിൻ്റെ ഫ്രണ്ടിലൊരു നോട്ട് ഗേറ്റ് ഇട്ട് വെച്ചാലുള്ള എങ്ങനെ ഉണ്ടാവും, അതേപോലെയാണ് നമ്മുടെ നാൻഡ് ഗേറ്റ്. നാൻഡ് ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ഇൻപുട്ടിൽ വ്യത്യാസമൊന്നുമില്ല, രണ്ട് ഇൻപുട്ട് ആയതുകൊണ്ട് എ ബി എന്നുള്ളത് കൊടുക്കുക, 0 0 0 1 1 0 1 1 എന്ന് കൊടുക്കുക. ദെൻ ഔട്ട്പുട്ടിൻ്റെ കേസിൽ ഔട്ട്പുട്ട് നമുക്ക് എന്താ കിട്ടുക, നേരത്തെ ആൻഡ് ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് എന്താ കിട്ടിയിരുന്നത് 0 0 0 1 എന്നുള്ളതായിരുന്നു. ഇത് നേരെ തല തിരിഞ്ഞ് വരും 1 1 1 0 എന്നുള്ള രീതിയിലോട്ട് മാറും. ഇതാണ് നാൻഡ് ഗേറ്റിൻ്റെ ഔട്ട്പുട്ടായിട്ട് വരിക. ഈ രണ്ട് ഗേറ്റിനെ നമ്മൾ പറയുന്ന പേരാണ് യൂണിവേഴ്സൽ ഗേറ്റ് എന്നുള്ളത്. യൂണിവേഴ്സൽ ഗേറ്റ് എന്നുള്ളതാണ് ഈ രണ്ട് ഗേറ്റിന് നമ്മൾ പറയുന്ന പേര്. ദെൻ അടുത്ത എക്സ്ക്ലൂസീവ് ഗേറ്റ്. എക്സ്ക്ലൂസീവ് ഗേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓർ ഗേറ്റ് വരയ്ക്കുക, അതിൻ്റെ ഫ്രണ്ടിലൊരു ഇതേപോലൊരു സാധനം കൂടി വരച്ച് വെക്കുക. ഇതാണ് എക്സോർ ഗേറ്റ്. ദെൻ ഇതിൻ്റെ ഇൻപുട്ട് ഞാനൊന്ന് വരക്കുന്നുണ്ട്, എ ബി വൈ എന്നുള്ളതാണ്. 0 0 0 1 1 0 1 1 എന്നുള്ളത്. ഇവിടെ ശ്രദ്ധിക്കുക, സെയിം ഇൻപുട്ട് വന്നാലൊക്കെ എന്ത് ചെയ്യുക, 0 കൊടുക്കുക. ഡിഫറൻറ്റ് ഇൻപുട്ട് വന്നാൽ 1 കൊടുക്കുക. സെയിം ഇൻപുട്ട് വന്നാൽ 0, ഡിഫറൻറ്റ് ഇൻപുട്ട് വന്നാൽ 1. ഇനി ഇതേ സാധനത്തിൻ്റെ ഫ്രണ്ടിൽ ഒരു നോട്ട് ഗേറ്റും കൂടി കൊടുത്താൽ അതാണ് എക്സ്നോർ ഗേറ്റ് എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഔട്ട്പുട്ട് y = എന്ന് പറഞ്ഞാൽ സെയിം ഇൻപുട്ട് വരുന്നിടത്തൊക്കെ 1, ഡിഫറൻറ്റ് ഇൻപുട്ട് വരുന്നിടത്ത് 0. ഇത്ര വ്യത്യാസമുള്ളൂ. ഓക്കെ ആണോ? ഈ സാധനം പഠിച്ചു കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക, ഈ 3 ടൈപ്പ് ഗേറ്റുകൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മിനിമം 7 മാർക്ക് നിങ്ങളുടെ എക്സാമിന് എന്തായാലും സ്കോർ ചെയ്യുക. ഞാൻ 100% ഉറപ്പ് വരുന്നുണ്ട് ആ ക്വസ്റ്റ്യന്. ദെൻ അടുത്തത് എക്സ്പ്ലെയിൻ ദ വർക്കിംഗ് ഓഫ് 4:1 ഡീമൾട്ടിപ്ലക്സർ വിത്ത് ട്രൂത്ത് ടേബിൾ ആൻഡ് ഇംപ്ലിമെൻറ്റ് യൂസിങ് ബേസിക് ഗേറ്റ് എന്നുള്ളതാണ്. നമ്മളിവിടെ ചെയ്യേണ്ട കേസ് ഇത് എന്താണ് എങ്ങനെയാണെന്നുള്ളതൊന്നുമല്ല, ഈ സാധനം നമ്മൾ കൊടുക്കുകയാണ്. ഇവിടെ നമുക്ക് അറിയാവുന്ന വാല്യൂസ് ഈ സെലക്ടർ സ്വിച്ചുകൾ മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യണേ, ഓപ്പറേറ്റ് ചെയ്യണേ. ഇത് നമ്മൾ കയ്യിലല്ല, അത് ആ ചാനലിൻ്റെ ഉള്ളിലൂടെ വരുന്ന സിഗ്നലാണ്. നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ടുകൾ y1 ആണോ y2 ആണോ y3 ആണോ കിട്ടുന്നത് എന്നുള്ളത് മാത്രമാണ് നമ്മളിവിടെ ഈ സെലക്ടർ സ്വിച്ച് വെച്ചിട്ട് ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ സെലക്ടർ സ്വിച്ചിൽ നമ്മൾ കൊടുക്കാൻ പറ്റുന്ന പോസിബിൾ വാല്യൂ 0 0 0 1 1 0 1 1 എന്നുള്ളതാണ്. ഇനി നോക്കുക, 0 0 കൊടുത്ത് രണ്ടിനും 0 0 കൊടുത്താൽ ഈ ടെർമിനൽ ഓൺ ആയിരിക്കും. ഈ രണ്ടെണ്ണത്തിൻ്റെ ഈ രണ്ടെണ്ണം ഓൺ ആയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് ഏതായിരിക്കും, y0 എന്നുള്ളതായിരിക്കും നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട്. ബാക്കിയെല്ലാം ഓഫായിരിക്കും. ഇതിലാണെങ്കിലോ y1 കിട്ടും, ഇവിടെ ആണെങ്കിൽ y2, ഇതിൽ y3. അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. 0 0 ആണ് ഇവിടെ കൊടുക്കുന്നത്. അപ്പോൾ നോട്ട് ഗേറ്റിൻ്റെ ഉള്ളിൽ കൂടി വരുമ്പോൾ ഇവിടെ 1 വരും, ഇവിടെയും 1 വരും. അതൊന്ന് പറഞ്ഞുതരാം, ശ്രദ്ധിക്കുക. ഒരെണ്ണത്തിൻ്റെ പറഞ്ഞുതരാം. നമ്മൾ കൊടുക്കുന്ന സിഗ്നൽ 0 0 എന്നുള്ളതാണ്. അപ്പോൾ ഈ നോട്ട് ഗേറ്റിൻ്റെ ഉള്ളിലൂടെ വരുമ്പോൾ ഈ ടെർമിനലിലൂടെ വരുന്നതൊക്കെ എന്തായിരിക്കും, 0 ആയിരിക്കും. ഈ ടെർമിനലിലൂടെ വരുന്നതും 0 ആയിരിക്കും. നോട്ട് ഗേറ്റിൻ്റെ ഉള്ളിലൂടെ വരുന്നത് 1 ആയിരിക്കും, ഇതിൻ്റെ ഉള്ളിലൂടെ വരുന്നത് 1 ആയിരിക്കും. ഈ രണ്ടും കൂടി മീറ്റ് ചെയ്യുമ്പോൾ ഇതിലൂടെ വരുന്നത് ഇതിവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്, ഇതെന്ത് ചെയ്യും, 1 ആയിരിക്കും, ഇത് 1 ആയിരിക്കും. ബാക്കിയുള്ളതൊക്കെ നിങ്ങൾ നോക്കിയൊക്കെ ഈ ഇതിൻ്റെ രണ്ട് ടെർമിനലൊന്ന് നോക്കിയേ. ഒരെണ്ണം 1-ൽ കണക്ട് ചെയ്തിട്ടുണ്ട്, ഒരെണ്ണം ഇവിടെ 1-ലാണ്, ഒരെണ്ണം 0-ൽ കണക്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഔട്ട്പുട്ടും കിട്ടില്ല. അങ്ങനെ ഓരോന്നിൻ്റെ നമ്മൾ നോക്കുമ്പോൾ എന്ത് ചെയ്യും, ഇതിങ്ങനെ ഓൾട്ടർനേറ്റ് ആയിട്ട് 0 0ക്ക് ഒരു ഔട്ട്പുട്ട് കാണിക്കും, 0 1-ന് അടുത്തത്, 0 1 0ക്ക് 1 1 1 1-ന് വേറെ 1, അങ്ങനെ എന്ത് ചെയ്യും, മാറിക്കൊണ്ടേയിരിക്കും. ഓക്കെ, ഇതാണ് 1:4 ഡീമൾട്ടിപ്ലക്സർ. ഇത് തന്നെ തിരിച്ചിട്ടുള്ള സാധനം ചോദിക്കാൻ സാധ്യതയുള്ളതാണ് 4:1 മൾട്ടിപ്ലക്സറും. ഓക്കെ, നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ക്വസ്റ്റ്യനാണ്. ഇംപ്ലിമെൻറ്റ് ദ ഫുൾ ആഡർ യൂസിങ് 2 ഹാഫ് ആഡർ. 2 ഹാഫ് ആഡർ വെച്ചിട്ട് നമുക്കൊരു ഫുൾ ആഡർ ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള ക്വസ്റ്റ്യനാണ് ചോദിച്ചിട്ടുള്ളത്. കഴിഞ്ഞ എക്സാമിന് ചോദിച്ചിട്ടുണ്ട് ഈ ക്വസ്റ്റ്യന്. അപ്പോൾ നമ്മളതൊന്ന് എടുത്ത് എഴുതിയാണ്. ഒരു ഹാഫ് ആഡർ സർക്യൂട്ടാണ് ഈ വരച്ചിട്ടുള്ളത്. ഇത് അടുത്ത ഹാഫ് ആഡർ സർക്യൂട്ടാണ്. നമുക്ക് വേണ്ടത് എന്താ, ഫുൾ ആഡറാണ് കിട്ടേണ്ടത്. അപ്പോൾ ഫുൾ ആഡർ കിട്ടാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ആദ്യത്തെ ഹാഫ് ആഡർ സർക്യൂട്ടിൻ്റെ ഔട്ട്പുട്ട് എടുത്തിട്ട് രണ്ടാമത്തെ ഹാഫ് ആഡർ സർക്യൂട്ടിൻ്റെ ഇൻപുട്ടായിട്ട് കൊടുത്ത്
ഇവിടെ ഒരു സെപ്പറേറ്റ് ഒരു ഫുൾ ആഡർ ആകുമ്പോൾ 3 ഇൻപുട്ട് ആവശ്യമുണ്ട്. അപ്പോൾ മൂന്നാമത്തെ ഇൻപുട്ടും ഇവിടെ കൊടുത്ത്. ദെൻ ഇവിടുന്ന് വരുന്ന ഫുൾ ആഡറിൻ്റെ ക്യാരി, ഹാഫ് ആഡറിൻ്റെ ക്യാരി വരും. ആ ക്യാരിയും ഇവിടുന്ന് വരുന്ന ക്യാരിയും കൂടി എടുത്തിട്ട് നമ്മളൊരു ഓർ ഗേറ്റിൻ്റെ ഉള്ളിലൂടെ കടത്തി വിട്ട് ആ ഓർ ഗേറ്റിലാണ് നമ്മളെ ഫൈനൽ ക്യാരി വരുന്നത്. സപ്പോസ് ഇതേ സാധനമാണ് നമ്മളിവിടെ നമ്മളെ സർക്യൂട്ടിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുള്ളത്. ശ്രദ്ധിക്കുക, എക്സ് വൈ എന്നുള്ള 2 ഇൻപുട്ടുകൾ കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ ഹാഫ് ആഡറാണ്, ഈ ഒരു ഡോട്ടഡ് ലൈൻ. ഈ ഹാഫ് ആഡറിൻ്റെ ഔട്ട്പുട്ടാണിത്. ഇത് അതിൻ്റെ ക്യാരി. ഈ ഔട്ട്പുട്ട് എടുത്തിട്ട് രണ്ടാമത്തെ ഹാഫ് ആഡറിൻ്റെ ഒരു ഇൻപുട്ടായിട്ട് കൊടുത്ത് ദെൻ ഇവിടുന്ന് നമ്മൾ മൂന്നാമത്തെ ഇൻപുട്ട് എന്ത് ചെയ്ത് ഹാഫ് ആഡറിൻ്റെ ഇൻപുട്ടായിട്ട് കൊടുത്ത് ദെൻ ഇതിൻ്റെ ക്യാരിയും ഇവിടുന്ന് വരുന്ന രണ്ടാമത്തെ ഹാഫ് ആഡറിൻ്റെ ക്യാരിയും കൂടി നമ്മളൊരു ഓർ ഗേറ്റിലിട്ടിട്ട് നമ്മൾ ലാസ്റ്റ് ഫൈനൽ ക്യാരി ആയിട്ട് നമ്മൾ കൊടുത്ത്. ഓക്കെ ആണോ? ഈ സർക്യൂട്ട് ഡയഗ്രാം വരച്ച് വെക്കുന്നതിനാണ് കഴിഞ്ഞ വർഷത്തെ എക്സാമിന് 7 മാർക്ക് കൊടുത്തിട്ടുള്ളത്. ആൻസർ കീയിലും അങ്ങനെ തന്നെയായിരുന്നു. ഇംപ്ലിമെൻ്റ് എന്ന് ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ ഈ സർക്യൂട്ട് ഡയഗ്രാം മാത്രം വരച്ച് വെച്ചോ എനിക്ക് 7 മാർക്ക് കൊടുത്തിട്ടുണ്ട്. ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ഒരു സെക്ഷനിൽ നമ്മൾ പറയുന്നത്. അപ്പോൾ എല്ലാവരും നല്ലപോലെ പ്രിപ്പയർ ചെയ്തിട്ട് എക്സാം എല്ലാവർക്കും വിജയിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക്